ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞു. അതിനെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അത് പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോ ലീഗിനെ അത്തരത്തിലൊരു വർഗീയ നിലപാടുകളായിട്ട് CPM അഭിപ്രായമുണ്ടോ? അല്ലെങ്കിൽ വർഗീയതയിലേക്ക് കടക്കുകയാണെന്നാണ് അന്ന് ഗോവിന്ദൻ മാഷി പറഞ്ഞത്. കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കുന്നത്? കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് മറുകാര്യമായിട്ട് ഇതിനു മുമ്പും കൂട്ടുകാർക്കും രാഷ്ട്രീയ സഖ്യമില്ല, തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക നീക്കുപോക്കാണെന്നൊക്കെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗും പറയുന്നത്. ലീഗിന്റെ സെക്രട്ടറിയുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അദ്ദേഹം, എനിക്ക് മനസ്സിലായിട്ടില്ല, അദ്ദേഹം ഉപയോഗിച്ച വാചകം തെരഞ്ഞെടുപ്പ് ധാരണയില്ല, നീക്കുപോക്ക് മാത്രം, അല്ലെ? അങ്ങനെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ധാരണയും നീക്കുപോക്കും ഒന്ന് തന്നെയാണ്. ചില ഘട്ടത്തിൽ പറയാറുണ്ട് സഖ്യമില്ല, ധാരണ എന്നൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്നാൽ വസ്തുത അതല്ല. ഇപ്പോ UDF ഒരു ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു. ഔപചാരിക പ്രഖ്യാപനം വന്നിട്ടില്ലായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു, ഒരുമിച്ച് മത്സരിക്കുന്നു. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ KP മജീദ് സാഹിബ്, അല്ലേ? അദ്ദേഹമാണ് ഇപ്പൊ ആണോ? അല്ല, എന്തായാലും ദേശീയ വൈസ് പ്രസിഡന്റ്. എനിക്ക് സ്ഥാനം മാറിപ്പോയതാണ്, ക്ഷമിക്കും. അപ്പൊ ദേശീയ വൈസ് പ്രസിഡന്റ് ആണെന്നാണ് മഹേഷ് എന്നെ തിരുത്തിയത്. KP മജീദ് സാഹിബ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഈ മുന്നണി ആയി മത്സരിക്കുന്നതിന്റെ ഉദാഹരണം എമ്പാടുമുണ്ട്, നമ്മുടെ മുൻപിൽ എമ്പാടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുൻപൊക്കെ അവർ വ്യത്യസ്ത നിലപാടാണല്ലോ സ്വീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനെതിരായിരുന്നു ഒരു ഘട്ടത്തിൽ അവര്. അങ്ങനെ പല, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വോട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ അവർ കുറെ കാലം വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ UDF ഒരു ഘടകകക്ഷിയായി രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി UDF പിന്തുണ കൊടുത്തു സംസ്ഥാന വ്യാപകം. അങ്ങനെ UDF പ്രവേശനത്തിനുള്ള അരങ്ങൊരുക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഔപചാരികമായി UDF ഭാഗമായി തന്നെ മാറി. അവരിനി അതിന് ധാരണയെന്നാണോ സഖ്യമെന്നാണോ വിളിക്കുക എന്നത് മറ്റൊരു പ്രശ്നമാണ്. നാം കാണുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച, മുസ്ലിം സാമൂഹ്യ സംഘടനകളും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയെ ഒരു അകലത്തിൽ നിർത്തിയിരുന്ന ചരിത്രമാണുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് എന്നതുകൊണ്ടാണ്. മതരാഷ്ട്രവാദമാണ് മുൻപോട്ട് വെക്കുന്നത്. ഇപ്പൊ പൂക്കോയ തങ്ങളുടെ കാലത്തോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ലീഗ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോ വന്ന് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി ഫലത്തിൽ മാറി. അതാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾ. ആ നിലപാടുകളെ സ്വാധീനിക്കുക മാത്രമല്ല, അതിനെ നിർണയിക്കുക തന്നെ ചെയ്യുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറി. ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയും അങ്ങനെ ലീഗിന്റെ നിലപാടുകൾ കൈക്കൊള്ളുന്നതിൽ വലിയ പങ്കുവഹിച്ച് UDF തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം. അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിരിക്കില്ല എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല. ഞാനിപ്പോൾ ഇന്ന് കണ്ടത് എല്ലായ്പ്പോഴും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളാണ് ബഹുമാനായ കാരശ്ശേരി മാഷ്. അപ്പൊ MN കാരശ്ശേരി മാഷ് വളരെ ശക്തമായി തന്നെ ഈ അപകടം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു CPM പ്രവർത്തകന്റെ ആരോപണമോ പ്രശ്നമോ അല്ല. നമ്മുടെ സമൂഹത്തിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം ഇതിൽ ആകുലരാണ്. കോൺഗ്രസിന്റെ തന്നെ ഉറച്ച വോട്ടർമാരിൽ ഈ കാര്യം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അവരെല്ലാം മതനിരപേക്ഷ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അവർക്ക് വോട്ട് അംഗബലം കുറവാണെങ്കിൽ ഒരു മുസ്ലിം സംഘടന UDF വരുന്ന UDF ധാരണ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ UDF അടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഞാൻ കരുതുന്നേ ഇല്ല. കാരണമല്ല, പൊതുവിൽ നമ്മൾ പറയാറുണ്ട്, നല്ല ദീനീ ബോധമുള്ള ഒരു മുസൽമാൻ കൃത്യമായ അകലം പാലിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ സ്വതന്ത്രയാവുന്ന ഘട്ടത്തിൽ RSSന്റെ മതരാഷ്ട്രവാദത്തെ എതിർത്തവരല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 47 ഇന്ത്യ സ്വതന്ത്രയാവുന്നു.
ആ ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും മതനിരപേക്ഷ രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിനെയും അതിശക്തമായി എതിർത്തവരാണ് RSS. RSS അന്ന് ആ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ മതരാഷ്ട്രവാദം തന്നെയാണ് അവരുടെ രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിച്ചത്. അന്ന് അതിനെതിരായ നിലപാടല്ല ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. മൗദൂദി തന്നെ അന്ന് ഇന്ത്യ മതരാഷ്ട്രമായിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിച്ച ആളാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രമാണ്, ഇവിടെയും അങ്ങനെ ഇവർ കരുതുന്ന ഒരു മതരാഷ്ട്രമാകുന്നതിൽ വിയോജിപ്പില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. അപ്പോ ഈ നിലപാടുകൾ ഉൾപ്പെടെ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഒട്ടും സ്വീകാര്യത ഇല്ലാത്ത നിലപാട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു പോന്നിരുന്നത്. അത്തരത്തിലുള്ള സംഘടനകളൊന്നും, ആ മേഖലയിലുള്ള സംഘടനകളൊന്നും ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിച്ചിരുന്നതുമില്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ ഇപ്പോ UDF ഭാഗമായി എന്നതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. ഇത് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പോകുമോ എന്ന പേടി കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമി അവരവരുടെ നിലപാട് സ്വീകരിക്കട്ടെ. പക്ഷെ UDF ഘടകകക്ഷിയായി ഒരു മതരാഷ്ട്രവാദ സംഘടന കടന്നു വരുന്നത് നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യും. മതരാഷ്ട്രവാദം ഏത് കോണിൽ നിന്ന് ഉയർന്നു വന്നാലും അത് മതനിരപേക്ഷ സമൂഹം ചെറുക്കേണ്ടതാണ്. RSS മതരാഷ്ട്രവാദവും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവും തള്ളിക്കളയേണ്ട ആശയമാണ്. ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ.